പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മാത്യു കുഴൽനാടാണ് ഓഡിയോ സംഭാഷണം പുറത്തുവിട്ട്. അങ്ങ് ആ സമയത്ത് ധനകാര്യ മന്ത്രിയായിരുന്നു. എന്താണ് അതിൽ പറയാനുള്ളത്? 2018 വെള്ളപ്പൊക്കം അതിൻ്റെ കാരണമെന്ത് എന്നുള്ളതിനെക്കുറിച്ച് അന്ന് വിവാദങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ആരോപണം അന്ന് UDF ഉന്നയിച്ചതാണ്. അത് സംബന്ധിച്ച് 2 വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ വിശദമായ 2 പഠനങ്ങൾ. ഇതിനു പുറമെ മദ്രാസ് IIT 2 പേരും എത്തിച്ചേർന്ന നിഗമനം ആ വെള്ളപ്പൊക്കത്തിന് കാരണം അതിരുകവിഞ്ഞിട്ടുള്ള മഴയാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് 2024 ദേവികുളം സ്റ്റോം അതിന് സമാനമായിട്ടുള്ള മഴയാണ് ഉണ്ടായതെന്നാണ്. ഞാൻ കോട്ട് ചെയ്യാം. ഇൻ നട്ട്ഷെൽ, രത്നച്ചുരുക്കത്തിൽ, ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ്, ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഓഗസ്റ്റ് 18 വെള്ളപ്പൊക്കം കേരളത്തിൽ ഉണ്ടായത് ഓഗസ്റ്റ് 8, 9 തീയതികളിൽ നടന്ന അതിതീവ്രമായ മഴയുടെ ഫലമായിട്ടാണ്. ഇതിൻ്റെ ഫലമായിട്ട് പെരിയാർ, പമ്പ, ചാലക്കുടി, ഭാരതപ്പുഴ ബേസിനുകളിൽ അതിരുകവിഞ്ഞ വെള്ളമുണ്ടായി എന്ന് മാത്രമല്ല, അപ്പോൾ തന്നെ ഏതാണ്ട് ഡാമുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഡാമുണ്ടായതുകൊണ്ട് തുറന്നു വിട്ട് കൂടുതൽ വെള്ളം വന്നു എന്ന് പറയുന്നത് ശരിയല്ല. അവിടെ ആ ദിവസങ്ങളുണ്ടായ മഴവെള്ളം ഡാമില്ലായിരുന്നെങ്കിൽ ഇത്രയും നാട്ടിലെത്തുമായിരുന്നു. അതേ വന്നിട്ടുള്ളൂ, അതിനേക്കാൾ കൂടുതലൊന്നും ഡാം തുറന്ന് വിട്ടിട്ടില്ല എന്ന് ഉള്ള നിഗമനത്തിലാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ വിശദമായി നോക്കിയിട്ട് ഈ ഡാം മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും പെശകുണ്ടായിട്ടുള്ളതായി പറയാൻ കഴിയില്ല. ഫ്രം ദ അനാലിസിസ് ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറയുന്നതാണ്, കേന്ദ്ര സർക്കാരിൻ്റെ. ദ ഡാംസ് ഇൻ കേരള നൈദർ ആഡഡ് ടു ദ ഫ്ലഡ് നോർ ഹെൽപ്പ് ടു റിഡക്ഷൻ ഓഫ് ദ ഫ്ലഡ്. ആഡഡ് ടു ദ ഫ്ലഡ് എന്നുവെച്ചാൽ ഡാം മിസ്മാനേജ്മെൻറ്റ് ഫലമായിട്ട് എന്തെങ്കിലും അതിരുകവിഞ്ഞ വെള്ളം നാട്ടിലേക്ക് ഒഴുകി എന്ന് ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സർട്ടിഫൈ ചെയ്താണെന്ന്. അത് സംബന്ധിച്ച തോട്ടപ്പള്ളി സ്പിൽവേ സംബന്ധിച്ച് ഞാനെന്ന ആലപ്പുഴയിലെ MLA. ആ സ്പിൽവേ ആയാലും തോട്ടപ്പള്ളി ബണ്ടായാലും നമ്മുടെ തണ്ണീർമുക്കം ബണ്ടായാലും തുറക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കളക്ടറടക്കമുള്ള ചർച്ച ചെയ്താൽ തീരുമാനിക്കുക. ആ വർഷം ദ്രവിച്ചു പോയ ഷട്ടറുകൾ മാറ്റുന്നതിനും തുറക്കുന്നതിനുമുള്ള വലിയ തീവ്രയത്നം നടത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിലോത്തമൻ മിനിസ്റ്ററാണ് ആ ഷട്ടർ പൊക്കുന്നത് ഉദ്ഘാടനം ചെയ്തത്. എന്താ സംഭവിച്ചത്? ഈ മഴക്കാലത്ത് സമുദ്രത്തിലെ ജലനിരപ്പ് കായലിനേക്കാൾ ഉയർന്നിരുന്നുകൊണ്ട് ഷട്ടർ പൊക്കിയിട്ടും വെള്ളം പുറത്തേക്ക് ഒഴുകിയില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് ഈ ഇലക്ഷൻ്റെ തലേ ദിവസം ഇത്തരത്തിലുള്ള സംഭ്രമജനകമായിട്ടുള്ള കാര്യവും അഴിമതിയുണ്ടെന്നെല്ലാം പറഞ്ഞ് ഒരു സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് സൈബർ അന്വേഷണം നടത്തണം. എങ്ങനെ ഇങ്ങനൊരു ശബ്ദരേഖയുണ്ടാക്കി എന്നതിനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഇത് സെറ്റിൽഡ് ഇഷ്യൂ ആണെന്ന്. എങ്ങനെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ച് ഒരു വിവാദത്തിനും ഇടയില്ല. ആ കാര്യം അന്ന് തന്നെ UDF അത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDFന് അംഗീകാരം നൽകിയ വിഷയം കൂടിയല്ലേ? അങ്ങനെ അന്ന് UDF ഇത് വലിയ വിവാദമായിട്ട് കൊത്തിക്കൊണ്ടുവന്നു. ഡാം മിസ്മാനേജ്മെൻ്റ് ഫലമായിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത്, നിയമസഭയിലും പുറത്തും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സെൻട്രൽ വാട്ടർ കമ്മീഷനും കേരള സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം മദുരാശി IITയും പഠിച്ചത്. 2 പേരും ഇതങ്ങനെയല്ലെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അതിനുശേഷം ഇലക്ഷനൊന്ന് കഴിഞ്ഞ് UDFൻ്റെ ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞതാണ്.
ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോൾ വീണ്ടും അത് കുത്തിപ്പൊക്കുകയാണ്. ഇത് വലിയൊരു ഗൂഢാലോചനയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം.